നമസ്കാരം, വെൽക്കം ടു യോഗ സ്റ്റോറീസ് ബൈ ശ്രീപതി. കപാലഭാതിയുടെ ഗുണങ്ങളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. കപാലഭാതി എന്താണെന്ന് നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും പഠിച്ചു. അതായത് ലങ്സിനകത്തുള്ള വായുവിനെ ശക്തമായി പുറത്തേക്ക് കളഞ്ഞ് ആ സ്ഥാനത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വായുവിൽ നിറച്ചു കൊടുക്കുന്നു. അതിൽ നിറയെ ഓക്സിജൻ ഉണ്ടാവാം. ആ ഓക്സിജൻ സെല്ലുകളിലേക്കെല്ലാം ചെല്ലുമ്പോൾ സെല്ലുകളെല്ലാം നല്ല ഊർജ്ജസ്വലമാവും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളും മൊത്തം ഊർജ്ജസ്വലരായി മാറുന്നു. ഇതാണ് കപാലഭാതിയുടെ മെയിൻ ഒരു സംഗതി. കപാലഭാതി ചെയ്യുന്നതിലൂടെ നമ്മുടെ ലങ്സ് ക്ലീൻ ആവുകയും റെസ്പിറേറ്ററി സിസ്റ്റം നന്നായിട്ട് ആക്റ്റീവ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തെ നല്ല സ്ട്രോങ് ആക്കാൻ കപാലഭാതി സഹായിക്കുന്നു. പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഉദരഭാഗം നല്ല സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ അവിടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് മൂവ്മെന്റ് കിട്ടുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് കപാലഭാതി കൊണ്ട് നമുക്ക് ഉള്ളത്. ഇനി കപാലഭാതിയുടെ പരിമിതികളെ കുറിച്ച് പറയാം. സാധാരണയായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ BP നന്നായിട്ട് ഉയരും. അതുകൊണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, ഹൈ BP ഉള്ളവർ, വെർട്ടിഗോ ഉള്ളവർ, എപ്പിലെപ്സി ഉള്ളവർ, അതുപോലെ ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർ, ഇവരൊന്നും ഇത് ചെയ്യാൻ നമ്മളൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത് അവരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ടുള്ള BP ഉള്ള വലിയ പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചെയ്തു നോക്കുക. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യരുത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂലത്തിന്റെ ഭാഗത്ത് അത്യാവശ്യം പ്രഷർ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഹെർണിയ പോലുള്ള അസുഖങ്ങളുള്ളവർ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കപാലഭാതി ചെയ്യുമ്പോൾ എപ്പോഴും വെറും വയറ്റിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തന്നെ ഭക്ഷണം കഴിച്ച് 3-4 മണിക്കൂറുകൾക്ക് ശേഷം മാത്രം ചെയ്യുക. രാത്രിയിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചെയ്തു കഴിഞ്ഞ് എനർജി ലെവൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതൊരു പ്രാക്ടീസ് ആണെങ്കിലും അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ മാക്സിമം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. അപ്പൊ കപാലഭാതി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്യുക. 90% അസുഖങ്ങളെയും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. യോഗ ഒരു ശീലമാക്കുക.